നമസ്കാരം. കേരളത്തിൽ ഇന്നും മഴ ശക്തമായി തന്നെ തുടരും. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പാണ് ഇക്കാര്യം അറിയിച്ചത്. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ പെയ്യാനാണ് സാധ്യത. ഇതിന്റെ ഭാഗമായി 4 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലും ഈ ജില്ലകളിൽ കനത്ത മഴയായിരുന്നു. 5 ജില്ലകളിൽ യെല്ലോ അലേർട്ടും പുറപ്പെടുവിച്ചിട്ടുണ്ട്. എറണാകുളം മുതൽ മലപ്പുറം വരെയുള്ള 5 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദവും അറബിക്കടലിൽ ചക്രവാത ചുഴിയും വടക്കൻ കേരള തീരം മുതൽ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദപ്പാത്തിയും സ്ഥിതി ചെയ്യുന്നത് കാരണമാണ് കേരളത്തിൽ ഇപ്പോഴും മഴ തുടരുന്നത്. നാളെയും കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് ഇപ്പോഴും തുടരുകയാണ്. കേരള തീരത്ത് ഇന്നും നാളെയും ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്നാണ് സമുദ്ര ഗവേഷണ പഠന കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരമേഖലകളിൽ പ്രത്യേക ജാഗ്രത വേണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. അതിനിടെ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വയനാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നുകൂടി അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയെ തുടർന്ന് ജില്ലയിൽ 45 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നത്. 421 കുടുംബങ്ങളിലെ 1403 പേർ ക്യാമ്പിൽ കഴിയുന്നുണ്ട്. ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. സംസ്ഥാനത്താകെ 99 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 968 കുടുംബങ്ങളിലെ 3268 പേരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ സംസ്ഥാനത്ത് ലഭിച്ചത് 110% അധിക മഴയാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 150 മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ടടുത്ത് 315.5 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ മഴ ഈ കാലയളവിൽ അധികമായി പെയ്തത്. കണ്ണൂരിൽ 171%, കോഴിക്കോട് 132%, വയനാട്ടിൽ 95% എന്നിങ്ങനെയാണ് അധികമായ മഴയുടെ ശതമാന കണക്കുകൾ. ഇതോടെ കാലവർഷത്തിലെ മഴക്കുറവ് 11% മാറിയെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ മഴ കുറയാനിടയില്ലെന്നാണ് വിലയിരുത്തൽ. നാളെയും വിവിധ ജില്ലകളിൽ മുന്നറിയിപ്പുകൾ നിലവിലുണ്ട്.